ഏകദേശം 3.5 മണിക്കൂർ ട്രക്ക് ചെയ്തതിനു ശേഷം ഞങ്ങൾ അങ്ങനെ വില്ലേജിൽ എത്തിപ്പെട്ടു. കഴിഞ്ഞ സീരീസിൽ പറഞ്ഞ പോലെ തന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെരുപ്പില്ലാണ്ട് വേണം പോകാൻ. ഈ വില്ലേജിന്റെ പേരാണ് വെള്ളകേവി. വെള്ളകേവിയിൽ ഏകദേശം 24 ക്ഷേത്രങ്ങളാണുള്ളത്. ആ ഒരു കാരണത്താലാണ് നമുക്ക് ഇവിടെ ചെരുപ്പ് ഉപയോഗിക്കാൻ കഴിയാത്തത്. ഈ ഒരു വില്ലേജിൽ 100 വീടുകളും ഏകദേശം 80 ആൾക്കാരുമാണ് ഉള്ളത്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഇവിടുത്തെ മന്നാടിയാറാണ്. മന്നാടിയാറിന്റെ വീടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇങ്ങോട്ടുള്ള പലചരക്കും ബാക്കി സാധനങ്ങളെല്ലാം അവരവിടെ വളർത്തുന്ന കുതിരകളെ വെച്ചാണ് ഇങ്ങോട്ട് വരുത്തുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ടെന്റ് സ്റ്റേയിലേക്ക്. ഇവിടുത്തെ കുട്ടികൾക്ക് 5ാം ക്ലാസ് വരെയാണ് ഈ ഗ്രാമത്തിൽ പഠിക്കാൻ പറ്റുള്ളൂ. 5ാം ക്ലാസ് കഴിഞ്ഞ് ബാക്കി പഠിക്കണമെങ്കിൽ അത് തേനിയിൽ പോയി ചെയ്യണം. ഇന്ന് രാത്രി നമ്മൾ ഇവിടെയാണ് തങ്ങാൻ പോണത്. ടെന്റിൽ പോയി സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചു. ഉച്ചത്തെ ഫുഡിനായിട്ട് ചോറ്, സാമ്പാറും ക്യാബേജും ഉണ്ടായിരുന്നു. അതും കഴിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ വ്യൂ കാണാനായിട്ട് വന്നിരുന്നു. ഇനി ഇവിടെ എത്ര നേരം വേണേലും റിലാക്സ് ചെയ്തിരിക്കാം. അവിടെ അങ്ങനെ കാറ്റുകൊണ്ട് ഒരുപാട് നേരം കഥകൾ, തമാശകളൊക്കെ പറഞ്ഞ് സമയം കളഞ്ഞു. അങ്ങനെ ഈവനിങ് ആയപ്പോഴേക്കും ഞങ്ങളൊരു കാപ്പിയും കുടിച്ച് നേരെ വില്ലേജിലോട്ട് ഇറങ്ങി. വില്ലേജിൽ വന്നിട്ട് ഞങ്ങൾ ആദ്യം കമ്പനി ആയത് ഇവരായിട്ടാണ്. അതിനുശേഷം ഞങ്ങളെടുത്ത മന്നാടിയാറിനെ കാണാൻ പോയി. ഇതാണ് മന്നാടിയാർ കറുപ്പണ്ണ. അങ്ങനെ കുറെ നേരം കറുപ്പണ്ണയോട് വർത്താനം പറഞ്ഞിരുന്ന സമയം പോയതറിഞ്ഞില്ല. കുട്ടികളെല്ലാം അവരുടെ കളിത്തിരക്കിലാണ്. ടെന്റിന്റെ അങ്ങോട്ട് തിരിച്ചെത്തിയപ്പോഴും ചെറിയൊരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആഴ്ചയിൽ ഒരിക്കലും വൈകുന്നേരം ആകുമ്പോൾ കോവിലിൽ ഭജനയ്ക്കായിട്ടിരിക്കും. ഇന്ന് ആ ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ അത് കാണാനായിട്ട് ഞങ്ങൾ നേരെ കോവിലിലേക്ക് പോയി. അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. കഴിക്കാനായിട്ട് ചപ്പാത്തി, ചിക്കൻ കറിയും പിന്നെ തക്കാളി ചോറും ഉണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. നാളെ വെളുപ്പിന് 3:30 എണീക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ടെന്റിൽ കിടക്കാൻ പോയി. ബാക്കി കഥകൾ അടുത്ത സീരീസിൽ പറയാം. സബ്സ്ക്രൈബ് ചെയ്താ അടുത്ത സീരീസിൽ കാണാം.